good morning to all. So we have been discussing the previous classes anti-diabetic agents, and let's have a recap, and we should complete the chapter today. So anti-diabetic agents, we have to study insulin and suppressions, and we have seen the classification. Classificational sulfonylureas, biguanides, thiazolidinediones, meglitinates, glucosidase inhibitors എന്ന് പറഞ്ഞൊരു 5 ക്ലാസ് ആണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. അതിൽ സൾഫോണൈലുറിയാസിൽ ടോൾബ്യൂട്ടമൈഡ്, കാർബ്യൂട്ടമൈഡ്, ക്ലോർപ്രോപ്പമൈഡ്, ഗ്ലിപ്പിസൈഡ്, ലിറിപ്പമൈഡ്. ആൻഡ് ബൈഗുാനൈഡ്സിൽ മെറ്റ്ഫോമിൻ, ഫെൻഫോമിൻ, thiazolidinediones are pioglitazone, rosiglitazone, and meglitinates, repaglinate, natglinate, etc. Also glucosidase inhibitors, acarbose, voglibose, etc. So first of all, we will see what are sulfonylureas. സൾഫോണൈലുറിയാസിന്റെ ഒരു ജനറൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്, as the name indicates, sulfonylurea. It has sulfonyl group here, sulfonyl, and SO2 is sulfonyl, and urea, NHCONH, urea, sulfonylurea. And the oral hypoglycemic agents which are used as, which are in the class of sulfonylureas, as a phenyl ring attached to the sulfonylurea. That is phenyl sulfonylurea. So phenyl ring sulfonylurea or R1R. If R is a butane and R1 is amine, it is carbutamine. If an R, this is a terminal nitrogen. The terminal nitrogen is having an attachment, a substituent. If the substituent in the terminal nitrogen is a butane, and the substituent to the benzene ring here, the phenyl ring here, is an amino group, then it is a carbutamine. If the substituent in the terminal nitrogen R is butane and the R1 in the phenyl ring is toluene, means benzene, methyl group, then it is known as tolbutamine. So phenyl ring il R1 il methylum, R il butane ആണെങ്കിൽ tolbutamine, R1 il aminum, R il പ്രൊപ്പൈനും ആണെങ്കിൽ ക്ലോർപ്രോപ്പമൈഡ്. ഇനി ആറിൽ ഒരു സൈക്ലോഹെക്സൈനും R1-ൽ COCH3 ആണെങ്കിൽ അസറ്റോഹെക്സമൈഡ്. സി കാർബ്യൂട്ടമൈഡ്, ടോൾബ്യൂട്ടമൈഡ്, ക്ലോർപ്രോപ്പമൈഡ്, അസറ്റോഹെക്സമൈഡ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫിനൈൽ റിങ്ങിന്റെ കൂടെ ഉള്ളതാണ് ഈ ചെറിയ ഗ്രൂപ്പുകൾ. സൾഫോണൈലുറിയാസിന്റെ ഫിനൈൽ റിങ്ങിന്റെ കൂടുള്ളതാണ് ചെറിയ ഗ്രൂപ്പുകൾ എപ്പോഴും. അതിപ്പോ R1 ഇവിടെ എഴുതിയാലും ചില ടെക്സ്റ്റിൽ R1 ഇവിടെ ഉണ്ട്, ചില ടെക്സ്റ്റിൽ R1 ഇവിടെ ഉണ്ട്. No matter what it is, the substituents to the phenyl ring, attached to the phenyl ring, will be the shorter. അതായത് എപ്പോഴും പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ തുടങ്ങിയ സാധനങ്ങൾ ഈ യൂറിയയുടെ നൈട്രജനിൽ വേണം വരാൻ. പ്രൊപ്പൈൽ, ബ്യൂട്ടൈൽ തുടങ്ങിയ കാര്യങ്ങൾ എപ്പോഴും ഈ ടെർമിനൽ നൈട്രജൻ ഉള്ളത് പ്രൊപ്പൈലിന് മുകളിലുള്ള ഹോമോലോഗസ് ആയിരിക്കും, ആൽക്കൈൽ ഗ്രൂപ്പ്സ് ആയിരിക്കും. സോ ഈ ശ്രദ്ധിക്കുക, ഈ പ്രൊപ്പൈൽ, ബ്യൂട്ടൈൻ തുടങ്ങിയ കാര്യങ്ങൾ സൾഫോണൈലുറിയയുടെ ആറിൽ വരും. R1-ൽ എപ്പോഴും അമിനോ, മീഥൈൽ, ക്ലോറിൻ തുടങ്ങിയ കാര്യങ്ങളായിരിക്കും. ഈ കാർബ്യൂട്ടമൈൻ, ടോൾബ്യൂട്ടമൈൻ, ക്ലോർപ്രോപ്പമൈഡിന്റെ കേസിൽ വരുന്നത്. സോ വൺ മോർ ടൈം, sulfonylurea, that means sulfonyl, SO2, urea, NHCONH, urea, sulfonylurea. Phenyl sulfonylurea, phenyl sulfonylureയുടെ അവിടെ ഒരു സബ്സ്റ്റുവന്റ്, ആ യൂറിയ കഴിഞ്ഞ ഒരു സബ്സ്റ്റുവന്റ്. So that are sulfonylureas. So coming to tolbutamide, നേരത്തെ നമ്മൾ കണ്ടു phenyl sulfonylurea. Phenyl sulfonylureയിൽ phenyl sulfonylurea, NHCONH, അവിടെ ഒരു ബ്യൂട്ടൈൻ വന്നു. 1 2 3 4 ബ്യൂട്ടൈൻ, ബ്യൂട്ടമൈഡ്, ടോളുവിൻ, ടോൾബ്യൂട്ടമൈഡ്. എന്നാൽ ഈ ടോൾബ്യൂട്ടമൈഡിന്റെ അകത്തെ മീഥൈൽ ഗ്രൂപ്പിന് പകരം അമിനോ ഗ്രൂപ്പും ആണെങ്കിൽ, ഇവിടെ ടെർമിനൽ നൈട്രജനിൽ ബ്യൂട്ടൈനും ആണെങ്കിൽ കാർബ്യൂട്ടമൈഡ്, ടോൾബ്യൂട്ടമൈഡ് അല്ലെങ്കിൽ സൾഫോണൈലുറിയാസിന്റെ ജനറൽ സ്ട്രക്ചറിൽ ഫിനൈൽ റിങ്ങിന്റെ സബ്സ്റ്റിറ്റ്യൂവന്റ് മീഥൈലും നൈട്രജന്റെ സബ്സ്റ്റിറ്റ്യൂവന്റ് ബ്യൂട്ടൈനും ആണെങ്കിൽ ടോൾബ്യൂട്ടമൈഡ്, ഫിനൈൽ റിങ്ങിന്റെ സബ്സ്റ്റിറ്റ്യൂവന്റ് അമിനോയും നൈട്രജന്റെ സബ്സ്റ്റിറ്റ്യൂവന്റ് ബ്യൂട്ടൈനും ആണെങ്കിൽ കാർബ്യൂട്ടമൈഡ്. എന്നാൽ ക്ലോർപ്രോപ്പമൈഡിന്റെ കേസിൽ ഫിനൈൽ റിങ്ങിന്റെ സബ്സ്റ്റിറ്റ്യൂവന്റ് ക്ലോറിനും നൈട്രജന്റെ സബ്സ്റ്റിറ്റ്യൂവന്റ് പ്രൊപ്പൈനും ആണെങ്കിൽ ക്ലോർപ്രോപ്പമൈഡ്. സോ 3 സ്ട്രക്ചേഴ്സ് ക്ലിയർ ആയിരിക്കണം. ആദ്യം സൾഫോണൈലുറിയയുടെ ജനറൽ സ്ട്രക്ചർ, ഫിനൈൽ, SO2 സൾഫോണൈൽ, NHCONH യൂറിയ.
ഫിനൈൽ സൾഫോണൈൽ യൂറിയ. ഫിനൈൽ സൾഫോണൈൽ യൂറിയ. ആ ഫിനൈൽ സൾഫോണൈൽ യൂറിയയിലെ ഫിനൈൽ സബ്സ്റ്റിറ്റ്യൂന്റ് ക്ലോറിനും ടെർമിനൽ നൈട്രൈനിലെ എന്നിന്റെ സബ്സ്റ്റിറ്റ്യൂന്റ് പ്രൊപ്പൈനും ആണെങ്കിൽ ക്ലോർപ്രോപ്പമൈഡ്, ബ്യൂട്ടൈൻ ആണെങ്കിൽ അമിനോ ആണെങ്കിൽ കാർബ്യൂട്ടമൈഡ്, ടോൾബ്യൂട്ടമൈഡ്. സോ 3 സ്ട്രക്ചേഴ്സ്. ജസ്റ്റ് ക്ലാസിഫിക്കേഷൻ 3 സ്ട്രക്ചേഴ്സ് നമ്മൾ നോക്കുകയാണ്. ടോൾബ്യൂട്ടമൈഡ്, കാർബ്യൂട്ടമൈഡ്, ക്ലോർപ്രോപ്പമൈഡ്. So we can call tolbutamide as 1-butyl-3-toluene sulfonyl urea derivatives. So you have to refer the mechanism of action. The main mechanism of action of sulfonyl ureas are they stimulate the secretion of insulin from the pancreas. So we will be dealing with that later. So just we are telling about the classification of sulfonyl ureas. So next sulfonyl urea we are going to study is glipizide. See, ഇതും ഒരു സൾഫോണൈൽ യൂറിയ എന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫിനൈൽ SO2 സൾഫോണൈൽ NHCONH യൂറിയ, ഫിനൈൽ സൾഫോണൈൽ യൂറിയ, ഫിനൈൽ സൾഫോണൈൽ യൂറിയ. ഫിനൈൽ സൾഫോണൈൽ യൂറിയയുടെ ബെൻസീൻ റിങ്ങിൽ നമ്മൾ ചെറിയ സബ്സ്റ്റിറ്റ്യൂൻസ് വേണമെന്ന് പറഞ്ഞതിന്റെ കേസ് അവിടെ ആ 3 ഡ്രഗിലായിരുന്നു. ഇവിടെ ഗ്ലിപ്പിസൈഡിൽ നേരെ തിരിച്ചാണ്. ഇവിടെയുള്ള ബെൻസീൻ റിങ് അല്ലെങ്കിൽ ഫിനൈൽ സബ്സ്റ്റിറ്റ്യൂന്റ് ആണ് ക്രൗഡഡ് സബ്സ്റ്റിറ്റ്യൂന്റ്. സോ ഈ ഗ്ലിപ്പിസൈഡിലുള്ള സബ്സ്റ്റിറ്റ്യൂൻസ് അല്ലെങ്കിൽ നമുക്ക് നോക്കാം. ഫിനൈൽ ഇതിൽ ബേസിക് മൊയിറ്റി ഉണ്ട് ഇവിടെ. ഫിനൈൽ സൾഫോണൈൽ യൂറിയ. അതിലെ ഫിനൈൽ സബ്സ്റ്റിറ്റ്യൂന്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഇവിടുത്തെ സൾഫോണൈൽ യൂറിയ ഒരു മാർക്ക് ചെയ്താണ് സൾഫോണൈൽ യൂറിയ. ഇനി ബേസിക് ആയിട്ടുള്ള സാധനം ഒരു 5-methyl പൈറസിൻ. ഒരു 6 member റിംഗിൽ 1-ലും 4-ലും നൈട്രജൻ വരുന്ന ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സ് ലാസ്റ്റ് ക്ലാസ് we have discussed. It is known as pyrazine. So what is this 5-methyl pyrazine? 1, 2, 3, 4, 5. പൈറസിന്റെ 5ാമത്തെ പൊസിഷനിൽ മീഥൈൽ വന്നുകൊണ്ട് 5-methyl pyrazine. 5-methyl pyrazine എന്താ ഉള്ളത്? CONH2. What is CONH2? CONH2 കാർബോക്സമൈഡ്. 5-methyl pyrazine കഴിഞ്ഞു, ഒരു കാർബോക്സമൈഡ് ഉണ്ട്, 2 കാർബൺ CH2CH2. ഈഥൈൽ. സോ വാട്ട് ഈഥൈൽ? ഫിനൈൽ ഈഥൈൽ. ഇത്രയും കാര്യങ്ങളാണ് സൾഫോണമൈഡിന്റെ ഇടതുവശത്തുള്ളത്. 5-methyl pyrazine, കാർബോക്സമൈഡ്, ഫിനൈൽ ഈഥൈൽ. 5-methyl pyrazine, കാർബോക്സമൈഡ്, ഫിനൈൽ ഈഥൈൽ. ദെൻ സൾഫോണമൈഡിന്റെ നെക്സ്റ്റ് അപ്പുറത്തുള്ള അതായത് ടെർമിനൽ നൈട്രജൻ ഒരു സൈക്ലോഹെക്സൈൻ. സോ SO2NH2, SO2NH2ന്റെ ടെർമിനൽ നൈട്രജനിൽ ഒരു സൈക്ലോഹെക്സൈൻ, SO2NHന്റെ സൾഫറിൽ 5-methyl pyrazine കാർബോക്സമൈഡ് ഓഫ് ഫിനൈൽ ഈഥൈൽ. ഇത്രയും കാര്യങ്ങൾ വരുന്നതാണ് ഗ്ലിപ്പിസൈഡ്. Glipizide. It comes under the 2nd generation of sulfonyl ureas. We are not going into that much detail of classification. You can refer pharmacology for more details on that type of classifications. See, sulfonyl urea, left side phenyl ethyl, carboxamide, 5-methyl pyrazine. So hope everyone is clear with glipizide. Coming to the next drug, glimepiride. See, നേരത്തെ നമ്മൾ കണ്ട സ്ട്രക്ചറായ ഗ്ലിപ്പിസൈഡും ഗ്ലിമിപ്രൈഡും തമ്മിലുള്ള വ്യത്യാസം. ഗ്ലിമിപ്രൈഡിൽ സൾഫോണൈൽ യൂറിയ ഉണ്ട്. SO2 NHCONH സൾഫോണൈൽ യൂറിയ ഒരു ഗ്രൂപ്പായിട്ട് ഇവിടെ ഉണ്ട്. സൾഫോണൈൽ യൂറിയയുടെ ഇടതുവശത്ത് നേരത്തെ കണ്ടതുപോലെ ഫിനൈൽ ഈഥൈൽ നമ്മൾ നേരത്തെ കണ്ട പോലെ ഫിനൈൽ ഈഥൈൽ. CONH2 കാർബോക്സമൈഡ്, CONH കാർബോക്സമൈഡ്, ഫിനൈൽ ഈഥൈൽ കാർബോക്സമൈഡ്. ഇതെന്താണ് സാധനം? 5-member റിംഗിൽ ഒരു നൈട്രജൻ ഉള്ളതിന്റെ പേര്. 5-member റിംഗിൽ 1 നൈട്രജൻ. ഇറ്റ് ഈസ് നോൺ ആസ് പൈറോൾ. എന്ത് പൈറോൾ? ഇവിടെ പൈറോളിന് 2 സൈഡും ബോണ്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ ഇത് 2H പൈറോൾ. അത് നമ്മൾ ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സിൽ നമ്മളെ നെയിമിംഗ് ഒക്കെ പഠിച്ചപ്പോൾ നോക്കിയതാണ്. ബോണ്ടില്ല. 2H പൈറോൾ. 1, 2, 3, 4, 5. ഇതാണ് നെയിമിംഗ്. 1, 2, 3, 4, 5.
5-oxo 3-methyl 4-ethyl. അതായത് നെയിമിംഗ് പറയുമ്പോൾ 4-ethyl 3-methyl. ഇത് ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ്, തേർഡ്, 4, 5. സോ ഫോർത്ത് പൊസിഷനിൽ ഈതൈൽ 4-ethyl 3-methyl 5-oxo 2H pyrrole. നമ്മൾ ഹൈഡ്രോസൈക്ലിക് കോമ്പൗണ്ട്സ് നിങ്ങൾ റെഫർ ചെയ്തെങ്കിൽ മാത്രമേ അത് ക്ലിയർ ആകത്തുള്ളൂ. നോക്കുക, ഇതാണ് പൈറോൾ എന്നുള്ളത് 5 മെമ്പർ എങ്കിൽ നൈട്രനോളാണ് പൈറോൾ. പൈറോളിന്റെ മൂന്നാമത്തെ പൊസിഷനിൽ മീഥൈൽ, നാലാമത്തെ പൊസിഷനിൽ ഈഥൈൽ, അഞ്ചാമത്തെ പൊസിഷനിൽ ഓക്സിജൻ. സോ 4-ethyl 3-methyl 5-oxo 2H pyrrole. ഇതാണ് ആദ്യത്തെ പോയിന്റ്. അപ്പുറത്തെ 5-methyl പൈറസിൻ പറഞ്ഞതുപോലെ ഇവിടെ 4-ethyl 3-methyl 5-oxo 2H pyrrole. അത് കഴിഞ്ഞ് എന്താ ഉള്ളത്? CONH2 കാർബോക്സമൈഡ്, ഫിനൈലീഥൈൽ, ഇതെല്ലാം ഗ്ലിപ്പിസൈഡ് പറഞ്ഞ പോലെ തന്നെ ഗ്ലിമിപ്രൈഡിൽ. സൾഫോണൈൽ യൂറിയ, നമ്മുടെ സൾഫോണൈൽ യൂറിയ. അത് കഴിഞ്ഞുള്ള എന്താണ്? മീഥൈൽ സൈക്ലോഹെക്സൈൽ. തൊട്ടപ്പുറത്തെ ഗ്ലിപ്പിസൈഡിൽ സൈക്ലോഹെക്സൈൻ മാത്രമുള്ളായിരുന്നു, ഇവിടെ മീഥൈൽ സൈക്ലോഹെക്സൈൻ. അപ്പൊ 1, 2, 3, 4, 5 മൊയിറ്റീസ്. ഇപ്പുറത്തും അതുപോലെ തന്നെ 5-methyl പൈറസിൻ, കാർബോക്സമൈഡ്, ഫിനൈലീഥൈൽ, സൾഫോണൈൽ യൂറിയ, സൈക്ലോഹെക്സൈൻ. ഇവിടെ 5 സാധനങ്ങൾ ഉള്ള പോലെ ഇവിടെയും ഒരു 5 മൊയിറ്റി. ഇവിടെ ആദ്യത്തെ മൊയിറ്റി 4-ethyl 3-methyl 5-oxo 2H പൈറോൾ. പേര് കേൾക്കുമ്പോൾ കൺഫ്യൂസ് ആവണ്ട, നിങ്ങൾ ഹെട്രോസൈക്ലിക് റെഫർ ചെയ്യുക. പൈറോൾ എന്താണെന്ന് നോക്കുക. പൈറോളിന്റെ മൂന്നാമത്തിൽ ഒരു മീഥൈൽ വന്നതാണ്, പൈറോളിന്റെ നാലാമത്തെ ഈഥൈൽ, അഞ്ചാമത്തെ ഓക്സിജൻ വന്നതാണ് 4-ethyl 3-methyl 5-oxo 2H പൈറോൾ. പിന്നെ ഒരു CONH കാർബോക്സമൈഡ്, ഫിനൈലീഥൈൽ, സൾഫോണൈൽ യൂറിയ, മീഥൈൽ സൈക്ലോഹെക്സൈഡ്. ഇതാണ് ഗ്ലിമിപ്പിറൈഡ്. ഹോപ്പ് എവരിവൺസ് ക്ലിയർ വിത്ത് ഗ്ലിമിപ്പിറൈഡ്. ഇതൊക്കെ നമ്മളൊന്ന് പറഞ്ഞാണ്, കുറച്ചു പേർക്ക് കിട്ടിയില്ല, കുറച്ചു പേർക്ക് റെക്കോർഡഡ് ക്ലാസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഗ്ലിമിപ്പിറൈഡ്. നെക്സ്റ്റ് ക്ലാസ്, ഫസ്റ്റ് ക്ലാസ് നമ്മൾ പറഞ്ഞത് സൾഫോണൈൽ യൂറിയാസ് ആണ്. സൾഫോണൈൽ യൂറിയാസിന്റെ ക്ലാസ് ആണ് നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് ക്ലാസ് ബൈഗ്വാനൈഡ്സ്. സോ വാട്ട് ആർ ബൈഗ്വാനൈഡ്സ്? സോ ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് ഗ്വാനൈഡ്? നമ്മൾ യൂറിയയുടെ സ്ട്രക്ചർ, യൂറിയ മീൻസ് NH2CONH2. ഈ പൊസിഷനിൽ NH2CO ആയിരുന്നെങ്കിൽ, ഇവിടെ O ആയിരുന്നെങ്കിൽ അതാണ് യൂറിയ. O ആയിരുന്നെങ്കിൽ അതാണ് യൂറിയ. എന്നാൽ NH2CONH2ന്റെ ആയ യൂറിയയ്ക്ക് പകരം NH2C ഡബിൾ ബോണ്ട് N നൈട്രജൻ ആണെങ്കിൽ അതിന്റെ പേരാണ് ഗ്വാനിഡിൻ. NH2C ഡബിൾ ബോണ്ട് N NH2. ഇതാണ് ഗ്വാനിഡിൻ. ക്ലിയർ? NH2CO NH2 urea, NH2C double bond N NH2 guanidine. If two guanidine residues are joined together, it is known as a biguanide. ഇവിടെ 2 guanidine, ഇതാണ് guanidine എന്ന് പറഞ്ഞു, NH2C double bond N NH2. ഇതാണ് guanidine. 2 guanidine residue fused together, joined together, it is known as biguanide. The medicinal compounds which has 2 guanidine residues joined together, these drugs are known as biguanides. So biguanides. ഈ ബൈഗോനൈഡ്സിൽ വരുന്ന ഡ്രഗ്സ് മെയിൻ ആയിട്ടുള്ളത് മെറ്റ്ഫോമിൻ, ഫെൻഫോമിൻ തുടങ്ങിയ ഡ്രഗ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ നമുക്കൊന്ന് നോക്കേണ്ടത്. അതായത് ഈ H2 അല്ലെങ്കിൽ ഈ ടെർമിനലായിട്ടുള്ള നൈട്രജന്റെ H2s, ഈ H2സിന് പകരം 2 ആൽക്കൈൽ ഗ്രൂപ്പ് വന്നാൽ, ഫോർ എക്സാമ്പിൾ ഡൈമീഥൈൽ ബൈഗുവാനൈഡ് ആണെങ്കിൽ മെറ്റ്ഫോമിൻ, ഇവിടെ ഡൈമീഥൈൽ ബൈഗുവാനൈഡ് ആണെങ്കിൽ മെറ്റ്ഫോമിൻ, ഫിനൈലീഥൈൽ ബൈഗുവാനൈഡ് ആണെങ്കിൽ ഫെൻഫോമിൻ. We'll see that. So this is the biguanide we have discussed. One guanidine, one guanidine and another guanidine. 2 guanidines fused together. 2 guanidines fused together is known as a biguanide. ആ ബൈഗുവാനൈഡിലെ എന്നിൽ 2 സബ്സ്റ്റിറ്റ്യൂവൻസ് വന്നു. 2 സബ്സ്റ്റിറ്റ്യൂവൻസ് R1 ആണെങ്കിൽ അതാണ് ബൈഗുവാനൈഡ്. ഫോർ എക്സാമ്പിൾ, എന്നിൽ ഒരു ഫിനൈൽ ഈഥൈൽ വന്നാൽ
that is known as penformin. ഇവിടെ H മാത്രമേ ഉള്ളെങ്കിൽ penformin. Phenyl ethyl biguanide ആണ് penformin. If dimethyl biguanide രണ്ട് methyl വന്നാൽ dimethyl biguanide is known as metformin. Remember biguanides എന്ന് പറയുന്നത് രണ്ട് ഗുവാനിഡിൻ റെസിഡ്യൂ നിൽക്കുന്നതാണ്. ഗുവാനിഡിൻ റെസിഡ്യൂ എന്ന് പറയുന്നത് യൂറിയയിലെ ഓക്സിജന് പകരം നൈട്രജൻ വരുന്നതാണ് ഗുവാനിഡിൻ. ബൈഗുവാനൈഡ് മെറ്റ്ഫോമിൻ എന്ന് പറയുമ്പോൾ ആ H2 പകരം ഇവിടെ രണ്ട് CH3 വന്നു വിചാരിക്കുക. ഡൈമീഥൈൽ ബൈഗുവാനൈഡ് is known as metformin. Clear? All biguanides are clear. We are moving to the next section. Meglitinides. See, meglitinides are also one oral hypoglycemic agent. We will see repaglinase. First, we are dealing with the classification of oral hypoglycemic agents. Okay, so we have seen sulfonylureas, we have seen biguanides, we have seen the important or the drugs which are in the syllabus of sulfonylureas, that is tolbutamide, chlorpheniramine, liposide, glimepiride, and we have in the syllabus that is metformin for biguanide. See, repaglinase. Structure കണ്ട കോംപ്ലക്സ് ആണെങ്കിലും പേടിക്കണ്ട, വളരെ സിമ്പിൾ സ്ട്രക്ചർ ആണ്. നമുക്ക് ആദ്യം ഇതിന്റെ ഒരു കാര്യം നോക്കാം. Here the naming. See, this is a benzoic acid. See, benzene ringil oru COH vannal benzoic acid alle. Benzene ringil COH vannal benzoic acid alle. Ade benzoic acid. Benzene ringil COH vanna benzoic acid. Endu benzoic acid? 2-oxo. The left side benzoic acid. And now we are going to the next part. This is 3-methyl butyl. Is it clear? 3-methyl butyl. 1, 2, 3, 4. These are known as butane. Butane, then മൂന്നാമത്തെ പൊസിഷൻ methyl. 3-methyl butyl amino. 3-methyl butyl amino. 3-methyl butyl amino. What is in the first position of the 3-methyl butyl? An amino group and 2,5-pyridinyl phenyl. So 3-methyl butyl amino ആണ് ഇത്. 3-methyl butyl amino. അതിന്റെ ഫസ്റ്റ് പൊസിഷനിൽ 2,5-pyridinyl phenyl. 2,5-pyridinyl phenyl. repaglinase സ്ട്രക്ചർ ആണ്. ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മാറ്റിക്കൊള്ളുക. ഫസ്റ്റ് നമ്മളൊരു ഇവിടെ ഒരു ബെൻസോയിക് ആസിഡ് പറഞ്ഞു. ദിസ് ഈസ് ബെൻസോയിക് ആസിഡ്. വെറും ബെൻസോയിക് ആസിഡ് അല്ല, 2-oxo-ethyl benzoic acid. 2-oxo-ethyl benzoic acid. That's clear. Okay. So now we will go to the next part. Butane. 1, 2, 3, 4. 4 കാർബൺ ബ്യൂട്ടൈൻ ആണ്. എന്ത് ബ്യൂട്ടൈൻ? 3-methyl butyl. അത് മാത്രമേ ഉള്ളൂ? അല്ല, 3-methyl butyl amine. See, 3-methyl butyl amine. 3-methyl butyl amine മാത്രമാണോ? അല്ല, പിന്നെ ദാണ്ടെ 2,5-pyridinyl phenyl. അപ്പോൾ 3-methyl butyl amine ഫസ്റ്റ് പൊസിഷനിൽ 5-pyridinyl phenyl ഉണ്ട്, butyl amine ഉണ്ട്. ഓക്കെ, ഇനിയുള്ള ഫസ്റ്റ് പാർട്ട് എന്താണ്? ഓക്സോ-ethyl. ഓക്സോ, ഓക്സിജൻ, 2 കാർബൺ. ഓക്സോ-ethyl. ഇത്രയും പാർട്സ് ചേരുന്നതാണ് repaglinase. സോ സ്ട്രക്ചർ വരച്ചു പഠിക്കുക. 2-ethoxy benzoic ആസിഡ് ആണ് വലതുവശത്തുള്ളത്. നടുവിലുള്ളത് ഒരു 2-oxo-ethyl. ഇടതുവശത്തുള്ളത് ഒരു ബ്യൂട്ടൈൽ അമീനിൽ. ബ്യൂട്ടൈൽ അമീന്റെ തേർഡ് പൊസിഷനിൽ ഒരു മീഥൈലും ഫസ്റ്റ് പൊസിഷനിൽ ഒരു 2,5-pyridinyl phenyl ഉള്ളതാണ് repaglinase. സ്ട്രക്ചർ വരച്ചു നോക്കുക, ക്ലിയർ ആവും. Now, natglinase. It's much more simpler than repaglinase. See, what is this?
Isopropyl. Isopropyl cyclohexane. That's very clear. Isopropyl cyclohexane. Carboxamide. Isopropyl cyclohexane, carboxamide, and what is this? 3 carbon ഉണ്ടെങ്കിൽ propyl, COH, propanoic acid. What propanoic acid? 3-phenyl propanoic acid. See, it's very clear. Isopropyl, this is isopropyl, cyclohexane, carboxamide, isopropyl, cyclohexane, carboxamide. 1, 2, 3. 3-phenyl propanoic acid, natcheline. It's clear. Isopropyl, cyclohexane, carboxamide, 3-phenyl propanoic acid is natcheline. So we will see only 2 drugs in this negligent structure. അല്ലെങ്കിൽ negligent ക്ലാസ്സിൽ നമ്മൾ 2 drugs നമ്മൾ നോക്കുന്നുള്ളൂ. Okay, hello, check. Okay. So negligent ഒരു mechanism എന്ന് പറയുന്നത് they act in a similar way. They act in a similar way of mechanism across other areas. They directly they bind to an ATP receptor, ATP dependent potassium channel receptor. So the main mechanism is that they stimulate the inhibitory cells of NPN. So it acts in a similar manner to sulfonylureas, but with some differences. They bind to the different receptor than sulfonylureas. So coming to the next class, thiazolidine thiols. So ഇപ്പോൾ നമ്മൾ sulfonylureas പറഞ്ഞു, sulfonylureas പറഞ്ഞു, biguanides metformin പറഞ്ഞു, meglitinates natcheline propanoid പറഞ്ഞു. So coming to the next, thiazolidine thiols. Thiazolidine thiols. So we have seen the last heterocyclic compounds class of the thiazole. Hope you remember what the thiosols. Thia means sulfur, and asa means nitrogen. So thiazole ആണ്. thiazole ആയനെ എങ്ങനെ അകത്ത് ബോണ്ട് ഉണ്ടായിരുന്നെങ്കിൽ 2 ബോണ്ട് ഉണ്ടായിരുന്നെങ്കിൽ thiazole ആയനെ. എന്നാൽ ബോണ്ട് ഇല്ല. ഫോർ എക്സാമ്പിൾ പൈറോളിന് ബോണ്ട് ഇല്ല, പൈറോളിഡിൻ നമ്മൾ ഇറിഡിൻ എന്നൊക്കെ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ. സോ ബോണ്ട് ഇല്ല, thiazolidine 5 മെമ്പർ റിംഗിൽ തായയും അസായും ഉള്ള 5 മെമ്പർ റിംഗ്, അതിന് ബോണ്ടില്ല. thiazolidine dione, clear? thiazolidine diones. So അതാണ് thiazolidine diones, pioglitazone. ഇതാണ് ബേസിക് മോയിറ്റി ഓഫ് thiazolidine diones, and this drug is known as pioglitazone. thiazolidine diones എന്ന് പറയുന്ന സാധനം എന്താണ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. thiazolidiനും ഒരു ഡയോൺ, thiazolidine dione. ഇനി എന്തൊക്കെയാണ് അതിലുള്ളത്? Ethyl pyridine. Let's see what is ethyl pyridine. Ethyl pyridine അല്ലേ? Ethyl pyridine. Ethoxy benzyl. Benzyl എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? ബെൻസീന്റെ കൂടെ മീഥൈലിനെയാണ് നമ്മൾ ബെൻസൈൽ എന്ന് വിളിക്കുന്നത്. ബെൻസീൻ കൂടെ CO ആയിരുന്നെങ്കിൽ ബെൻസോയിൽ. നമ്മൾ കഴിഞ്ഞ ഞാൻ പറഞ്ഞത് ബെൻസീൻ കൂടെ ഒരു മീഥൈൽ ആണെങ്കിൽ ബെൻസൈൽ. ഫിനൈൽ മീഥൈൽ ഈസ് നോൺ ആസ് ബെൻസൈൽ. ഓക്കെ. സോ ethyl pyridine, ethoxy, ഇത് ethoxy, ethyl pyridine, 5-ethyl pyridine. 1, 2, 3, 4, 5. 5-ethyl pyridine, ethoxy, benzyl, thiazolidine dione. So that is pioglitazone. Pioglitazone's structure ആദ്യം കാണുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, പക്ഷെ വളരെ സിമ്പിൾ ആണ്. നമുക്ക് pyridine 6 മെമ്പർ റിംഗിൽ നൈട്രജനുള്ള pyridine 5ാമത്തെ പൊസിഷൻ ethyl pyridine കഴിഞ്ഞ്
CH2 ഈതയിൽ, ഈതയിലെ കൂടെ ഓക്സിജൻ, ഈതോക്സി, ഈതയിൽ പിരിഡിൻ, ഈതോക്സി, ബെൻസീൻ റിങ്ങും CH2, ഫിനൈൽ മീതയിൽ എന്താണ് ബെൻസൈൽ, ഡയസോൾഡിൻ ഡയോൺ. സോ 4 കോംപ്ലക്സ് അല്ലെങ്കിൽ 4 എണ്ണത്തിന്റെ പേരുകൾ ഓർത്തിരുന്നാൽ മതി. എന്തൊക്കെ ചേർന്നാണ് ഒരു ഈതയിൽ പിരിഡിനും ഒരു ഈതോക്സിയും ഒരു ബെൻസൈലും ഒരു ഡയസോൾഡിൻ ഡയോണും കൂടെ ചേർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് പയോഗ്ലിറ്റസോൺ. Hope it's clear. Okay. Thiazole. അടുത്തതിലേക്ക് പോവാണ്. പോട്ടെ. പയോഗ്ലിറ്റസോൺ. അടുത്തത് റോസിഗ്ലിറ്റസോൺ. റോസിഗ്ലിറ്റസോൺ. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു പയോഗ്ലിറ്റസോൺ അതേപോലെ തന്നെ ഉള്ള ഒരു സ്ട്രക്ചർ. എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ പിരിഡിൻ തന്നെയാണ്, പക്ഷേ എന്ത് പിരിഡിൻ? മീഥൈൽ അമിനോ പിരിഡിൻ. നമ്മൾ തൊട്ട് മുമ്പ് അപ്പുറത്ത് പറഞ്ഞ ഒരു പിരിഡിൻ പറഞ്ഞു. ആ പിരിഡിൻ അല്ലാതെ മീഥൈൽ പിരിഡിൻ വന്നാൽ അതാണ് റോസിഗ്ലിറ്റസോൺ. ഒരേ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ പയോഗ്ലിറ്റസോണുമായിട്ട്. പയോഗ്ലിറ്റസോണിൽ ഇവിടെ 5 ഈഥൈൽ പിരിഡിൻ ആയിരുന്നു, എന്നാൽ ഇവിടെ മീഥൈൽ പിരിഡിൻ അല്ല, മീഥൈൽ അമിനോ പിരിഡിൻ. സോ സി ഡയസോൾഡിൻ ഡയോൺസ്, അതിൽ പയോഗ്ലിറ്റസോൺ പറഞ്ഞു. പയോഗ്ലിറ്റസോണിൽ റോസിഗ്ലിറ്റസോൺ നമ്മൾ ഡിഫറൻസ് ആണ് നമ്മൾ പറയുന്നത്. മീഥൈൽ അമിനോ പിരിഡിൻ ഈ ഒരു ഡിഫറൻസ് ആണ്. തൊട്ടപ്പുറത്ത് പയോഗ്ലിറ്റസോണിൽ നമ്മൾ 5 ഈഥൈൽ പിരിഡിൻ മാത്രമാണ്. സോ 2 മീഥൈൽ അമിനോ പിരിഡിൻ, ഈതോക്സി, ബെൻസൈൽ, ഡയസോളിഡിൻ ഡയോൺ. ഇതാണ് റോസിഗ്ലിറ്റസോൺ. സോ ക്ലിയർ? റോസിഗ്ലിറ്റസോണും പയോഗ്ലിറ്റസോണും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. റോസിഗ്ലിറ്റസോൺ ആൻഡ് പയോഗ്ലിറ്റസോൺ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. Okay, coming to the next, acarbose and co-glucose. So കണ്ടാൽ വളരെ കോംപ്ലക്സ് ആണ്, എന്നാൽ വളരെ സിമ്പിൾ ആണ്. അകാർബോസ് ആൻഡ് co-glucose. ഇവിടെ ഈ അകാർബോസിന്റെ ഈ സ്ട്രക്ചർ ഒന്ന് നോക്കി. 1 2 3 4 നമുക്ക് 4 റിംഗ്സ് ആയിട്ട് വിളിക്കാം. A B C D 4 റിങ്ങുകൾ. അകാർബോസിൽ 4 റിങ്ങുകൾ. ആദ്യത്തെ റിങ്ങുകൾ. So that are sulfonylurea. We know that. And see the mechanism of action of sulfonylurea നമ്മൾ കണ്ടു. Hello, check. So the structure activity relationship. Sulfonylurea is the basic structure. So നമുക്കറിയാം sulfonylurea SO2 NHCO NH and ഇവിടെ ഒരു എന്താണ് ഒരു ബ്യൂട്ടൈലും ഇവിടെ ഒരു മീഥൈലും ആണെങ്കിലാണ് ക്ലോർബ്യൂട്ടൻ. ഇവിടെ ഒരു പ്രൊപ്പൈലും ഇവിടെ ഒരു ക്ലോറിനും ആണെങ്കിലാണ് ക്ലോർപ്രോപ്പൈൻ. So the first point, the benzene ring should contain a substituent, preferably in the para position, and the substituent should be methyl, acetyl, amino, chloro, etc. See, for example, we know tolbutamide. In tolbutamide, here it is methyl, CH3. In chlorpropamide, it is chlorine. So, benzene ring is substituents. ഇതുപോലുള്ള ക്ലോറിനോ ഇതേലോ ഗ്രൂപ്പുകളാണെങ്കിൽ അതിന്റെ ആക്ടിവിറ്റി വളരെ കൂടുതലായിരിക്കും എന്നാണ് പറഞ്ഞത്. When the para position of the benzene is substituted with aryl carboxamidoalkyl. You know what is aryl carboxamidoalkyl? Aryl carboxamidoalkyl ഉള്ള ഒരു സാധനം നമ്മൾ പഠിച്ചു. That is one. Aryl aromatic group, carboxamido and alkyl. എന്താണ് അപ്പൊ SAR പറഞ്ഞത്?
അരയിൽ കാർബോക്സമിഡോ ആൽക്കൈൽ ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ, അരയിൽ കാർബോക്സമിഡോ ആൽക്കൈൽ ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ അവിടെ അതിന്റെ ആക്ടിവിറ്റി കൂടുതലായിരിക്കും. അതിനൊരു റീസൺ എന്തുകൊണ്ട് അരയിൽ കാർബോക്സമിഡോ ആൽക്കൈൽ ഗ്രൂപ്പിലുള്ള നൈട്രജൻ, ഇവിടെ ഒരു കാർബോക്സമിഡിൽ നൈട്രജൻ ഉണ്ട്, അവിടെ 5 മീറ്റർ പീരീഡിനായി നല്ലൊരു നൈട്രജൻ ഉണ്ട്. ആ നൈട്രജനും ഈ സൾഫോണമൈഡിലെ ഈ നൈട്രജനും തമ്മിലുള്ള സ്പെസിഫിക് ഡിസ്റ്റൻസ്, believe that we are not for sure, it is believed that this is because of the specific distance between the nitrogen atom of the substituent here and the nitrogen atom of the sulfonamide here. That's the second position of structural activity relationship. And the third point, the size of the group attached to the terminal nitrogen. This is the terminal nitrogen. The size of the group attached to the terminal nitrogen is crucial for activity. ഈ ടെർമിനൽ നൈട്രജനിലുള്ള സൈസ് ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ see, a methyl and ethyl substituents has no activity. ഇവിടെ ഒരു മീഥൈലോ ഈഥൈലോ ആണെങ്കിൽ ആക്ടിവിറ്റി ഉണ്ടാകില്ല. പകരം പ്രൊപ്പൈലോ അതിന് മുകളിലുള്ളതോ ആണെങ്കിൽ ആക്ടിവിറ്റി ഉണ്ടാകും. ഇതാണ് ആ പൊസിഷൻ. ഇവിടെ അല്ല സോറി, ഇതാണ് ആ പൊസിഷൻ. ഇവിടെ മീഥൈലോ ഈഥൈലോ ഇല്ല. പകരം നമ്മൾ പഠിച്ചതിൽ തന്നെ ഉള്ളതിന്റെ കാര്യം പറയുന്നത് പ്രൊപ്പൈൽ, ക്ലോർപ്രോപ്പമൈഡ്, അതിന് മുകളിലുള്ളത് ബ്യൂട്ടൈൽ. ഇനി പെന്റൈൽ വരുന്നുണ്ട്, ഹെക്സൈൽ വരുന്നുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഈഥൈലിനും മീഥൈലിനും മുകളിലുള്ള ഹോമോലോഗസ് ആണ് ഈ ആറിലുള്ള ടെർമിനൽ നൈട്രജൻ ഉള്ളതെങ്കിൽ ആക്ടിവിറ്റി കൂടുതലാണ് എന്നാണ് നമ്മൾ ആ തേർഡ് പൊസിഷൻ ഓഫ് SAR പറഞ്ഞത്. പിന്നെ SAR പഠിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റിയ ഒരു കാര്യം ടോൾബ്യൂട്ടമൈൻ SAR ആണ്. ടോൾബ്യൂട്ടമൈൻ SAR ആണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പറയാം. ഇതാണ് ടോൾബ്യൂട്ടമൈൻ. ടോൾബ്യൂട്ടമൈൻ്റെ അകത്ത് നമ്മൾ ഈ പറഞ്ഞ 3 പോയിന്റുകൾ പറഞ്ഞിട്ട്, ഫോർ എക്സാമ്പിൾ ഇതാണ് നമ്മൾ പറഞ്ഞ 3ാമത്തെ പോയിന്റ്. The group attached to the terminal nitrogen should be more than methyl or ethyl groups, that is N-propyl and higher amylose വേണമെന്ന് പറഞ്ഞു. എവിടം വരെ? 12 വരെ ആകാം. ഇനി ഞാൻ പറഞ്ഞു വന്നത് ടോൾബ്യൂട്ടമൈൻ്റെ നമ്മൾ ഈ പറഞ്ഞ 3 പോയിന്റ് എഴുതിയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. The sulfonamide moiety is very much essential for activity. If for tolbutamide, okay, coming to the synthesis of tolbutamide, BPharm syllabus tolbutamide മാത്രമേ നമുക്ക് synthesis പഠിക്കാനുള്ളൂ. tolbutamide synthesis മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. So tolbutamide, it is made in a single step reaction by the interaction of para-toluene sulfonamide. Interaction of para-toluene sulfonamide with butyl isocyanate. Para-toluene sulfonamide with butyl isocyanate. ഇതാണ് para-toluene sulfonamide. Para-toluene sulfonamide with butyl isocyanate gives tolbutamide. NCO ഗ്രൂപ്പ് എന്ന് പറയുന്നതാണ് ഐസോസൈനേറ്റ് അല്ലെങ്കിൽ സൈനേറ്റ്. ബ്യൂട്ടൈൽ ഐസോസൈനേറ്റ് പ്ലസ് para-toluene sulfonamide gives tolbutamide. Butyl isocyanate plus para-toluene sulfonamide gives tolbutamide. Okay, tolbutamide is made in a single step reaction by the reaction of tolbutamide. Tolbutamide is made by single step reaction of para-toluene sulfonamide and butyl isocyanate. NCO is cyanate. Butyl isocyanate gives tolbutamide. Hope tolbutamide is clear. Now moving to chlorpropamide. Chlorpropamide is synthesized in a similar way to tolbutamide. There just para-toluene sulfonamide, and here it is para-chlorobenzene sulfonamide. ഇവിടെ നമുക്ക് സ്ട്രക്ചറിൽ വേണ്ടത് മീഥൈൽ ആയിരുന്നു. ടോൾബ്യൂട്ടമൈൻ്റെ സ്ട്രക്ചറിൽ വേണ്ടത് മീഥൈൽ ആയതുകൊണ്ട് para-toluene sulfonamide.
ഇവിടെ സ്ട്രക്ചറിൽ വേണ്ടത് ക്ലോറിൻ ആയതുകൊണ്ട് പാരാക്ലോറോബെൻസീൻ സൾഫോണമൈഡ്. എന്നിട്ട് ഇവിടെ വേണ്ട എന്താണ്? പ്രൊപ്പൈൽ. സോ ഇവിടെ പ്രൊപ്പൈൽ ഐസോസൈനേറ്റ്, പാരാക്ലോറോബെൻസീൻ സൾഫോണമൈഡ് പ്ലസ് പ്രൊപ്പൈൽ ഐസോസൈനേറ്റ്. ഇതാണ് ടോൾബ്യൂട്ടമൈഡ്. ടോൾബ്യൂട്ടമൈഡിൽ പാരാടോളുവിൻ സൾഫോണമൈഡ് ആൻഡ് ബ്യൂട്ടൈൽ ഐസോസൈനേറ്റ്, whereas in chlorpromide parachlorobenzene sulfonamide plus propyl isocyanate. It's a single step reaction. So it is along the acting first compression when you get derivative. So coming to the next, biguanide synthesis. See, metformin. The synthesis of metformin is important. You see, the fusion synthesis of metformin involves a reaction of dimethylamine and 2-cyanoguanidine. 2-cyanoguanidine. See, dimethylamine. We are clear with this structure. Dimethylamine plus cyanoguanidine. This is cyano. Guanidine നമ്മൾ മെറ്റ്ഫോമിൻ പഠിച്ചപ്പോൾ പഠിച്ചു. ക്ലാസിഫിക്കേഷൻ പറഞ്ഞാൽ പഠിച്ചു. NH3O NH2 യൂറിയയുടെ ഓയ്ക്ക് പകരം N വന്നാൽ അതാണ് ഗുവാനിഡിൻ. CN സയനോ ഗ്രൂപ്പ്. ഇവിടെ എന്താണ്? CN അല്ല, NCO. ഇത് സയനേറ്റ്. ഇവിടെ CN സയനോ ഗുവാനിഡിൻ. Dimethylamine reacts with cyanoguanidine gives metformin. So metformin is clear. Now penformin. നമ്മൾ തൊട്ടു മുമ്പ് മെറ്റ്ഫോമിൽ പറഞ്ഞെന്താണ്? ഡൈമീഥൈലമീനും ഒരു സയനോഗുവാനിഡിനുമാണ്. ഇവിടെ സെയിം ഡൈമീഥൈലമീൻ എന്ന് വേണ്ട, ഡൈമീഥൈൽ അമീന് പകരം ഫിനൈൽ ഈഥൈലമീൻ ആൻഡ് സയനോഗുവാനിഡിൻ. ഫിനൈൽ ഈഥൈലമീൻ. കാരണം മെറ്റ്ഫോമിനിൽ നമുക്കിവിടെ 2 മീഥൈൽ മതിയായിരുന്നുകൊണ്ട് ഡൈമീഥൈലമീൻ. ഇവിടെ ഫിനൈൽ ഈഥൈൽ വേണ്ടതുകൊണ്ട് ഫിനൈൽ ഈഥൈൽ സയനോഗുവാനിഡിൻ. മെറ്റ്ഫോമിനിൽ നമുക്ക് ഡൈമീഥൈൽ ആയിരുന്നു വേണ്ടത്, അതുകൊണ്ട് ഡൈമീഥൈലമീൻ വെച്ച് ട്രീറ്റ് ചെയ്തു സയനോഗുവാനിഡിൻ. പെൻഫോമിനിൽ ഫിനൈൽ ഈഥൈൽ വേണ്ടതുകൊണ്ട് ഫിനൈൽ ഈഥൈൽ വെച്ച് ട്രീറ്റ് ചെയ്തു. ഓക്കെ, സോ കണ്ടൻസേഷൻ ഓഫ് 2-phenyl ethylamine with dicyanamine gives penformin. സോ കുറച്ച് SARs എന്നുള്ള എളുപ്പ വഴികൾ ഞാൻ ഇപ്പൊ പറഞ്ഞു. സോ അടുത്ത ഒരു എളുപ്പം, നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ഏറ്റവും എളുപ്പം